ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ ടൊയോട്ട കൊറോള അൾട്ടിസിൻ്റെ സ്റ്റിയറിംഗ് റാക്ക് സൗണ്ട് റിപ്പയറിംഗ് ആണ്. കമ്പനിയിൽ നിന്ന് പറഞ്ഞത് അവർ അസംബ്ലി സെറ്റടക്കം മാറാനാണ്. അപ്പോൾ ഒരു സബ്സ്ക്രൈബറാണ്, മലപ്പുറത്തു നിന്നാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോ, നമ്മുടെ i20ൻ്റെ സ്റ്റിയറിംഗ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് വന്നവരാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴിയും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ കൊറോളയുടെ സ്റ്റിയറിങ്ങിൻ്റെ ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റിയറിംഗ് റാക്ക് പുറത്തുനിന്ന് അഴിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് വീൽ എയർ ബാഗുള്ള വണ്ടിയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് വീല് നമ്മൾ ആദ്യം ലോക്ക് ചെയ്യണം. ഈ സ്റ്റിയറിംഗ് വീല് ലോക്ക് ചെയ്ത് വെക്കണം. ലോക്ക് ചെയ്ത ശേഷം വേണം താഴത്തെ പിനിയൻ അഥവാ സ്റ്റിയറിംഗ് കോളത്തിൻ്റെയും റാക്കിലെ ഇടയിൽ വരുന്ന ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ പിനിയൻ അഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം സ്റ്റിയറിംഗ് എയർ ബാഗുള്ള വണ്ടി ആയതുകൊണ്ട് സ്റ്റിയറിംഗ് റൗണ്ട് തിരിഞ്ഞു പോകും. അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിഞ്ഞു പോകുന്നത് നമ്മൾ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് ഇനി ഈ സീറ്റ് കുറച്ചൊന്ന് ബാക്ക് തള്ളിക്കഴിഞ്ഞാൽ കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കും. അതിന് ശേഷം നമുക്ക് താഴെ പിനിയൻ അഴിക്കാം. സ്റ്റിയറിംഗ് റാക്ക് നന്നായി പ്ലേ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതിൻ്റെ പ്ലേ കാണിച്ചു തരാം. ഉണ്ടോ, രണ്ട് സൈഡിലും ഈ സൈഡ് വരുമ്പോൾ ഉണ്ട്, ഇപ്പുറത്ത് വരുമ്പോൾ ഉണ്ടോ, പ്ലേ ഉണ്ടോ. അപ്പോൾ ഇതിലെ ബുഷൊക്കെ ഇതായി പോയിട്ടുണ്ട്. ബുഷ് നമുക്ക് മാറ്റിയിട്ട് ഫുൾ അയച്ചെടുത്ത് ബോൾജോൻ്റെ രണ്ട് സൈഡ് അയച്ചെടുത്തതിന് ശേഷം ബാക്കിൻ്റെ പ്ലങ്കർ ഇതിൽ അയച്ച് പിന്നീനൊക്കെ അയച്ചെടുത്തതിന് ശേഷം നമുക്ക് പുതിയ ബുഷ് ഇടാം. അപ്പോൾ നമ്മൾ പിനിയൻ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിനിയൻ്റെ ബെയറിംഗ് ഷെയ്ക്ക് ഉണ്ടെങ്കിൽ മാറ്റി വിടണം, പുതിയ മാറ്റിയത് നല്ലത്. അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ടേൺ ചെയ്യുന്നൊക്കെ സമയത്ത് ചിലപ്പോൾ ടിക് 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 സൗണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. അങ്ങനെ ഇതൊന്നുമില്ല, ഷെയ്ക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിത് മാറ്റണ്ട, ഇത് ബാക്കി ബുഷ് മാത്രം മാറിയാൽ മതി. അപ്പോൾ നമ്മൾ റാക്ക് അയച്ചെടുത്തു. നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ട്യൂബിൻ്റെ റാക്ക് അയച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ബുഷാണ് മാറ്റുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ അകത്ത് ബുഷുണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ ബുഷാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് നൈലോണിൻ്റെ ബുഷാണ് അടിക്കുക. നൈലോൺ ടൈപ്പ് ബുഷാണ് അടിക്കുക. അപ്പോൾ നമുക്കിത് ലെയ്ത്തിൽ കൊടുത്തിട്ട് ബുഷ് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ റാക്ക് ബുഷ് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പുതിയ വൈറ്റ് കളർ റാക്ക് ബുഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാക്ക് ബുഷ് പുതിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സ്റ്റിയറിംഗ് റാക്കും പിനിയനൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിനിയനും അതിൻ്റെ പ്ലഞ്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ റാക്ക് ഇതിൽ കയറ്റി ഇനി അതിൻ്റെ പിനിയനും കൂടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പിനിയൻ്റെ ഇവിടെ വരുന്ന സർക്കിളിപ്പാണ് വരുന്നത്. അപ്പോൾ സർക്കിൾ കറക്റ്റ് ഗൂഗിളിട്ടതിന് ശേഷം ഓയിൽ ചെറിയ സീല് എന്ന് പറയാൻ പറ്റില്ല, ഒരു സീലുണ്ട്. ആ ഗ്രീസൊക്കെ കയറ്റിയതിന് ശേഷം സീല് ജസ്റ്റ് പ്രസ് ചെയ്തോളൂ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി റാക്ക് ഒന്ന് സ്റ്റിയറിങ്ങിൻ്റെ ഇതങ്ങ് ടൈറ്റ് ചെയ്യാം. ബോൾ ജോയിനൊക്കെ രണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം റാക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് റാക്ക്
ട്യൂബിൽ കയറ്റി പിനിയനിട്ട് പിനിയൻ്റെ ബെയറിംഗ് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടില്ല, കുഴപ്പമില്ലാത്തതുകൊണ്ട് ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കി 2 ബോൾ ജോയിൻ്റൊക്കെ ടൈറ്റ് ചെയ്ത് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യണം, റാക്കിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ ഓൾറെഡി കണ്ടാ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, ഇതിപ്പോൾ ലൂസാണ് കണ്ടാ, ഭയങ്കര ലൂസാണ്. ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഓരോ ഭാഗത്തും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. 2 സൈഡും ഏകദേശം സ്ട്രൈറ്റ് വെച്ചിട്ട് നോക്കാം. നല്ല പ്ലേ ഉണ്ട്. നമ്മളിതുപോലെ പിനിയൻ ഇൻഡോനേഷ്യ ആക്കി ഇതിട്ട് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ കറക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ടൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്ലേയും കൂടി നോക്കാം. ലാസ്റ്റ് റാക്കിൻ്റെ പ്ലേ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ് റാക്ക് കയറ്റി പുറത്ത് റാക്ക് കയറ്റി വണ്ടിയിലേക്ക് കയറ്റിയതിന് ശേഷം വീല് സ്ട്രൈറ്റ് വെച്ച് അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ പിനിയൻ ഇടാണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് നേരത്തെ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് അടിയിലത്തെ പിനിയൻ ഇട്ടതിന് ശേഷം സീറ്റ് ബെൽറ്റ് അയക്കാം. സ്റ്റിയറിങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് അടിയിലത്തെ പിനിയൻ ഇട്ട് ഇനി സീറ്റ് ബെൽറ്റ് അയക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റിയറിങ് സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി താഴെ ഇറക്കിയിട്ട് വണ്ടി ഒന്ന് റഫ് റോഡിലും അതുപോലെ സ്ട്രൈറ്റ് ആണോ നോക്കാം, അലൈൻമെൻ്റൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ശേഷം റാക്ക് സൗണ്ട് ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റഫ് റോഡിൽ ഓടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സൗണ്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് കേൾക്കണില്ല. ഫ്രണ്ടിൽ കാണിച്ചാൽ ഫ്രണ്ടിൽ കാണിച്ചോളൂ. റോഡ് ഏകദേശം റഫ് റോഡാണ്. രണ്ട് സൈഡ് കോൺക്രീറ്റുള്ള 2 സൈഡിലും ഇറക്കിയാൽ തന്നെ സൗണ്ട് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാര്യമായിട്ട് സൗണ്ടൊന്നുമില്ല. അതുപോലെ റൈറ്റ് സൈഡിലും കോൺക്രീറ്റ് റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ തന്നെ ഓക്കെയാണ്. ഇപ്പോൾ സൗണ്ടൊക്കെ ഓക്കെ. റഫ് റോഡിൽ ഏകദേശം കഴിഞ്ഞ് റാക്കിൻ്റെ സൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. സൗണ്ട് പോയി, റാക്കിൻ്റെ സൗണ്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി സ്ട്രൈറ്റ് ഹൈവേയിൽ വണ്ടി വീലിൻ്റെ സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്നതൊക്കെ നോക്കണം. യൂ ടേൺ അടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്നുണ്ടോ, ടൈറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ റിട്ടേൺ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഇപ്പോൾ ഹൈവേയിൽ ഓടിച്ച് ഇപ്പോൾ ഏകദേശം ആയി. ഇപ്പോൾ യൂ ടേൺ അടിച്ച് നോക്കണം. വണ്ടി യൂ ടേൺ അടിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ റിട്ടേൺ വരുന്നുണ്ടോ എന്ന് കൂടി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂ ടേൺ അടിക്കുക, വണ്ടി യൂ ടേൺ അടിച്ച് സ്റ്റിയറിംഗ് ഒക്കെ റിട്ടേൺ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഹൈവേയിലൊക്കെ ഓടിച്ച് റഫ് റോഡിൽ ഓടിച്ച് റാക്ക് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, റാക്കിൻ്റെ നോയ്സൊക്കെ പോയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ടൈറ്റ് ഒന്നുമില്ല, നല്ല ഫ്രീ ആണ്. ഉണ്ടാ നല്ല ഫ്രീ ആയിട്ടുണ്ട്. യൂ ടേൺ ഒക്കെ അടിക്കുമ്പോൾ സ്റ്റിയറിംഗ് റിട്ടേൺ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ കൊറോള ഈ വണ്ടി വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. നമ്മളെ മുമ്പത്തെ ഒരു വീഡിയോ i20യുടെ സ്റ്റിയറിംഗ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് വന്നതാണ്. മലപ്പുറത്ത് നിന്ന് രാവിലെ വന്നതാണ്.
രാവിലെ എത്തിയതാണ്. കസ്റ്റമർ ഒരാൾ വർക്ക്ഷോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.